ഹായ് ഹലോ, ഇത് നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയാലോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അജ്രക്കിൻ്റെ ഷോർട്ട് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കണ്ടു നോക്കിയാലോ. ഞാനിവിടെ ഇപ്പോൾ 1.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 9 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റാണ് ഞാനിവിടെ പറയുന്നത്. ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇവിടെ 20 ഇഞ്ചാണ് കേട്ടോ ഇറക്കം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 21 ഇഞ്ചാണ് ഇറക്കം അടയാളപ്പെടുത്തുന്നത്. നമുക്കിവിടെ ഷോൾഡർ 5.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ ആംഹോൾക്കും അതേപോലെ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡിൽ നിന്ന് നമുക്ക് 1.5 ഇഞ്ച് ഉള്ളിലേക്ക് ഷേപ്പിനായിട്ട് ഇട്ട് കൊടുക്കണം. ചെസ്റ്റ് വണ്ണം 7 ആണ്, ഞാനിവിടെ 7 ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ലൂസിൽ കിടക്കുന്ന മോഡലായ കാരണം. പിന്നെ ഷേപ്പിൻ്റെ അവിടെ 6 ഇട്ട് കൊടുക്കുക. പിന്നെ സ്ലിറ്റിൻ്റെ നീളം എത്രയാണോ വേണ്ടത് അതിട്ട് കൊടുക്കാം. ഞാനിവിടെ 7 ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ പോയിൻറ്റിലേക്ക് യോജിപ്പിച്ച് ഒരു ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ പോയിൻറ്റുകളൊക്കെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് നെക്കുകൾ കട്ട് ചെയ്യാം. ആദ്യം ഞാനിവിടെ ബാക്ക് നെക്കാണ് എടുത്തിട്ടുള്ളത്. അതിന് വേറൊരു തുണി എടുത്തിട്ട് നെക്കിൻ്റെ മേലെ വെച്ച് നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2.5 ഇഞ്ച് വീതിയും 2 ഇഞ്ച് നീളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അത് അനുസരിച്ച് വെട്ടാവുന്നതാണ്. ഇനി ഫ്രണ്ട് നെക്ക് അതേപോലെ 2.5 ഇഞ്ച് വീതി 5 ഇഞ്ച് നീളം ഇട്ടിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് വീനെക്ക് വരച്ചെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിന് ഞാൻ 17 ഇഞ്ച് ഇറക്കാണ് എടുത്തിട്ടുള്ളത്. വീതി നമ്മൾ ഹാൻഡ് ഹോളിന് എത്ര എടുത്ത് 6 അല്ലേ, അപ്പോൾ ആ വീതി ഇട്ട് കൊടുക്കുക. 1.5 ഇഞ്ച് അതേപോലെ മേലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇത് പാകിസ്ഥാനി സ്ലീവായ കാരണം നല്ല ലൂസിലാണ് വെട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നാലോ. 2 സ്ലീവിൻ്റെ അരുവശം ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് നെക്ക് എടുക്കുക. അത് നമുക്ക് ആ കട്ട് ചെയ്ത പീസ് മേലെ വെച്ചിട്ട് അടിച്ച് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മറച്ചിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടി അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആദ്യം സ്ലീവിൻ്റെയും ഷോൾഡറിൻ്റെയും സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് സ്ലീവ് കറക്റ്റായിട്ട് കിട്ടുമെന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നമുക്കൊരു അറ്റം തൊട്ടിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ലീവ് ഓക്കെ ആയി. 2 സ്ലീവ് അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിൽ ലേസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കാവുന്നതാണ്. അതിന് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ വരച്ചിട്ടുള്ളതിൻ്റെ കൂടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് മറിച്ചെടുത്തിട്ട് നമുക്ക് ഇനി അതിൻ്റെ സ്ലിറ്റ് അടിക്കാണ്ട് അതൊന്ന് അടിച്ചു കൊടുക്കുക. ഇനി അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അവിടെ ലേസ് വെച്ചാൽ നമ്മളുടെ ടോപ്പ് ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ്. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.